ചെറിയ പെരുന്നാളിനെ വരവേറ്റ വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ നിസ്കാര ചടങ്ങുകൾ നടന്നു. ഹസ്തദാനം നൽകിയും ആലിംഗനം ചെയ്തും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും മൈലാഞ്ചി അണിഞ്ഞും വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും രാവിലെ തന്നെ വിശ്വാസികളെത്തി. തക്ബീർ ധ്വനികളാൽ മുഖരിതമായിരുന്നു പള്ളികൾ. സംഘടിപ്പിച്ച ഈ പ്രതിരോധ പ്രതിജ്ഞ സംഗമത്തിൽ സംഗമിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ഈദ് ആഘോഷത്തിലേക്ക് കടന്നത്. ലഹരിയിൽ നിന്ന് വിശ്വാസി സമൂഹം മാറി നിൽക്കണമെന്നും ആഘോഷം അതിരുവിടരുതെന്നും പുരോഹിതർ ആഹ്വാനം ചെയ്തു. സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സുന്ദരമായ പാഠങ്ങൾ സമ്മാനിച്ച് പാരിൽ പരന്നൊഴുകിയ വിശുദ്ധമായ സുന്ദരമായ രാപകലുകൾ വിട പറയുകയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മുഹൂർത്തങ്ങളെ സമ്മാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാവുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെയും ടൈറ്റാനിയം മസ്ജിദുൽ ഖാദിരിയ മുസ്ലിം ജമാഅത്തിൻ്റെയും ഈദ് ആശംസകൾ നേരുകയാണ്. സമൂഹത്തെ ഒന്നാകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരവും അപകടകരവുമായ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് അത് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ മേഖലകളിൽ നിന്നും പൂർണ്ണമായും തുടച്ചു മാറ്റുന്നതിന് ഞങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ആഹ്വാനം ചെയ്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയാണ് ഇന്നത്തെ ഈ ഈദ് പരിപാടികൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. 29 ദിവസത്തെ റംസാൻ വ്രതം പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ആഘോഷത്തിലേക്ക് കടന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്തറ പൂശി വിശ്വാസികൾ മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കരിച്ചു. തുടർന്ന് ഖബറുകളിൽ സിയാറത്ത് നടത്തി. പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചുമാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ചെറിയ പെരുന്നാൾ സന്തോഷം പങ്കിട്ടു. ചവറയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരം നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ.